നമസ്തേ, രാധേ കൃഷ്ണ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ നമ്മളെ ശക്തരാക്കുന്നത് എന്നതിനെ കുറിച്ചിട്ടാണ്. ഞാൻ ആദ്യം ഒരു കഥ പറഞ്ഞു തരാം. ഒരിക്കൽ ഒരു അമ്പലത്തിൽ വിഗ്രഹം ഉണ്ടാക്കണമായിരുന്നു. അതിന് വേണ്ടിയിട്ട് വിഗ്രഹം പണിയുന്ന ആളെ വിളിച്ചു. കരിങ്കല്ലിലായിരുന്നു വിഗ്രഹം പണിയേണ്ടിയിരുന്നത്. അപ്പോൾ ഈ ശില്പി ഒരു നല്ല കരിങ്കല്ല് കിട്ടാൻ വേണ്ടിയിട്ട് കാട്ടിലൂടെ ഇങ്ങനെ നടക്കുകയായിരുന്നു. അങ്ങനെ നടക്കുമ്പോൾ ആ ശില്പി ഒരു കല്ല് കണ്ടു. ആ ശില്പി തൻ്റെ ഉളി കൊണ്ട് ആ കല്ലുമ്മേ ആഞ്ഞടിച്ചു. പക്ഷേ ആ കല്ലിനത് വേദനിച്ചു. അപ്പോൾ കല്ല് വേദന കൊണ്ട് കരഞ്ഞിട്ട് പറഞ്ഞു, എന്നെ ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞു. അപ്പോൾ ആ ശില്പി ആ കല്ലിനെ വെറുതെ വിട്ടു. എന്നിട്ട് പിന്നെയും മുന്നോട്ട് ഇങ്ങനെ നടക്കുമ്പോൾ വേറൊരു കല്ല് കണ്ടു. അപ്പോൾ ശില്പി തൻ്റെ ഉളി കൊണ്ട് അതുമേ ആഞ്ഞു കുത്തി. കല്ലിന് വേദനിച്ചു, പക്ഷേ കല്ല് അതെല്ലാം സഹിച്ചു. അങ്ങനെ ശില്പി ആ കല്ലിൽ ഒരു നല്ലൊരു വിഗ്രഹം കൊത്തിയെടുത്തു. എന്നിട്ട് അത് അമ്പലത്തിൽ കൊണ്ട് പ്രതിഷ്ഠിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ അമ്പലത്തിൽ വരുന്ന ഭക്തർക്ക് തേങ്ങ ഉടയ്ക്കാനായിട്ട് ഒരു കല്ല് വേണം. ഇവർ അന്വേഷിച്ച് നടക്കുമ്പോൾ ആദ്യത്തെ കല്ലിനെയാണ് കണ്ടത്. ആദ്യത്തെ കല്ലിനെ ഇവരെടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. ഈ ശില്പം ഉണ്ടാക്കിയ കല്ലാണെങ്കിൽ എല്ലാവരും പൂജിക്കാൻ തുടങ്ങി. ആദ്യത്തെ കല്ല് അവിടെയാണെങ്കിൽ എല്ലാവരുടെയും തേങ്ങേൻ്റെ ഏരും കൊണ്ടിട്ട് വേദനിച്ച് കരയാനും തുടങ്ങി. ഈ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ചാൽ, കുറച്ചൊക്കെ ബുദ്ധിമുട്ടുകൾ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടായിന്ന് വരും. പക്ഷേ അത് കണ്ട് നമ്മൾ തളരാൻ നിന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എവിടെയും എത്തിയില്ല. പല വേദനകളും നമ്മൾക്ക് സഹിക്കേണ്ടി വരും. അതൊക്കെ തരണം ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുക തന്നെ വേണം. ഈ വേദനകളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ദൈവത്തിനെ ഒരിക്കലും കുറ്റപ്പെടുത്തരുത്. എന്തുകൊണ്ട് എന്നോട് ഇങ്ങനെ ചെയ്തു, ഞാൻ എന്തിനാണ് ഈ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നത്, എനിക്കിങ്ങനത്തെ ഒരു ജന്മമായി പോയല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ നമ്മളെ തന്നെ ശപിച്ചുകൊണ്ടിരിക്കരുത്. എന്ത് പ്രതിസന്ധി ഉണ്ടാവുകയാണെങ്കിലും നമ്മൾ അതിനെ നല്ല രീതിയിലോട്ട് ചിന്തിച്ച് അതിനു വേണ്ടി പ്രയത്നിക്കുക. എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും അതിൽ ഒരു അവസരം ഒളിഞ്ഞു കിടക്കുന്നുണ്ടാവും. അപ്പോൾ ആ അവസരത്തിന് നമ്മൾ പ്രയോജനപ്പെടുത്തുകയാണ് വേണ്ടത്. അല്ലാണ്ട് നമ്മൾ തന്നെ ഏതു നേരം ശപിച്ചുകൊണ്ട് നടക്കരുത്. നമ്മൾ എന്ത് പറയണോ അത് തന്നെയാവും നമ്മൾ. നമ്മളുടെ വാക്കുകൾക്ക് അത്രയും ശക്തിയുണ്ട്. അതുകൊണ്ടാണല്ലോ പണ്ട് കുന്തിദേവി അർജുനന് കിട്ടിയ സമ്മാനം എന്താണെന്ന് അറിയാണ്ട് നിങ്ങൾ എല്ലാവരും 5 പേരും കൂടി പങ്കിട്ടോളൂ എന്ന് പറഞ്ഞപ്പോൾ ആ വാക്കിന് പാണ്ഡവർ അത്രയും വില കൽപ്പിച്ചത് അതുകൊണ്ടാണ്. കാരണം വാക്കുകൾക്ക് അത്രയും വിലയുണ്ട്. പണ്ടത്തെ കാലത്തൊക്കെ അങ്ങനെയായിരുന്നു. പക്ഷെ ഇന്ന് കലിയുഗത്തിൽ നമ്മൾ പലതും നമ്മൾ പറയുന്നു, ആ വാക്കുകൾക്കൊന്നും ഒരു വില നമ്മൾ കൽപ്പിക്കുന്നില്ല. പക്ഷെ സത്യം എന്താണെന്ന് വെച്ചാൽ എല്ലാ വാക്കുകൾക്കും, നമ്മളുടെ ഉള്ളിൽ നിന്ന് വരുന്ന എല്ലാ വാക്കുകൾക്കും നല്ല ശക്തിയുള്ള വാക്കുകളാണ്. അത് എന്ത് പറയണോ അത് അങ്ങനെ തന്നെ നടക്കും. നമ്മൾ ഏത് നേരം നമ്മളുടെ ജന്മത്തെ തന്നെ എപ്പോഴും പഴിച്ച് നമ്മൾ തന്നെ ശപിച്ചുകൊണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ജന്മം അതുപോലെ തന്നെയായിരിക്കും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് ഒരിക്കലും വിജയം ഉണ്ടാവില്ല. എപ്പോഴും ഞാൻ എങ്ങനെയാണ്, എനിക്ക് എന്നെ കൊണ്ടൊന്നിനും പറ്റുന്നില്ല, എൻ്റെ ജന്മം എങ്ങനെയായിപ്പോയി, ഞാൻ ഇങ്ങനെ ശപിക്കപ്പെട്ട ജന്മമാണ്, അങ്ങനെ ഓരോന്ന് പറഞ്ഞ് നടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ തന്നെ ആയി മാറും. നമ്മളുടെ ജീവിതത്തിൽ നമ്മുടെ കണ്ണൻ നമ്മൾക്ക് പ്രതിസന്ധികൾ തരുന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ശക്തികളെ പുറത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾക്ക് ആദ്യം ദൈവത്തിൽ വിശ്വാസം ഉണ്ടായിരിക്കണം. അല്ലാണ്ട് ദൈവം എന്നെ ഇങ്ങനെ ചെയ്തു, ദൈവം അങ്ങനെ ചെയ്തു ഒന്നൊരിക്കലും പറയരുത്. നമ്മളുടെ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി ഉണ്ടാവുന്നെങ്കിലും നമ്മൾക്ക് തോന്നേണ്ടത് എന്താണെന്ന് വെച്ചാൽ, കണ്ണൻ ഇത് തന്നിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടാവും എന്നായിരിക്കണം. എല്ലാ പ്രതിസന്ധികളും നമ്മൾ ധൈര്യത്തോടു കൂടി തന്നെ നേരിടുകയാണെങ്കിൽ നമ്മൾക്ക് വിജയം ഉറപ്പാണ്. അല്ലാണ്ട് പേടിച്ച് പിന്മാറാൻ നിന്നിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ജീവിതം ഒരിക്കലും മുന്നോട്ട് പോവില്ല. നമ്മൾ എവിടെയാണ് ഇരിക്കുന്നത് അവിടെ തന്നെയായിരിക്കും നമ്മൾ ഇരിക്കുക. ഇപ്പോൾ കുറച്ച് വേദന അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് അനുഭവിക്കണം. നാളെ നല്ലതായിരിക്കും വരിക. എല്ലാ രാത്രിക്കും ശേഷം ഒരു പകലുണ്ട്. അതേപോലെ തന്നെ എല്ലാ പകലിന് ശേഷം ഒരു രാത്രിയുമുണ്ട്. ഉയർച്ച മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക, താഴ്ചയും ഉണ്ടാവും. താഴ്ച ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു ഉയർച്ചയും ഉണ്ടാവും. അതുകൊണ്ട് നമ്മളിൽ തന്നെ ഒരു വിശ്വാസം വേണം. നമ്മളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ശക്തിയിൽ നമ്മൾക്കൊരു വിശ്വാസം വേണം. അല്ലാണ്ട് നമ്മൾ ഏത് നേരം നമ്മളുടെ ജീവിതത്തിൽ തന്നെ പഴിച്ചുകൊണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണോ പറയേണ്ടത് നമ്മൾ അത് തന്നെയായി മാറും. ഇതിനെക്കുറിച്ചുള്ള പുസ്തകങ്ങളുമുണ്ട്. ദ സീക്രറ്റ്, പിന്നെ അതേപോലെ നിങ്ങളുടെ ഉപബോധ മനസ്സിൻ്റെ ശക്തി,
അതിലൊക്കെ പറയുന്നത് ഇതിനെ കുറിച്ചിട്ടാണ്. നമ്മൾ എന്താണ് നമ്മളെ കുറിച്ച് വിചാരിക്കുന്നത്, നമ്മൾ അത് തന്നെ ആയി മാറും. നമ്മൾ നമ്മളെക്കുറിച്ച് നല്ലത് ചിന്തിച്ചാൽ നമ്മൾ നല്ലതിലോട്ട് പോകും. നമ്മൾ നമ്മളെക്കുറിച്ച് മോശമായി ചിന്തിച്ചാൽ, എന്നെക്കൊണ്ട് പറ്റില്ല പറ്റില്ല എന്ന് ചിന്തിച്ചാൽ നമ്മളെക്കൊണ്ട് അതിന് പറ്റൂല, നമ്മൾ വീണ്ടും താഴ്ചയിലോട്ട് തന്നെ പോകും. ഇത് തന്നെയായിരുന്നു പണ്ടത്തെ കാലത്തുണ്ടായിരുന്നത്. എന്ത് വാക്ക് പറയണമെങ്കിലും പണ്ടത്തെ രാജാക്കന്മാരായാലും ശരി, പണ്ടത്തെ മുനികളും സന്യാസിമാരൊക്കെ ആയാലും ശരി, എന്ത് വാക്കും അവരുടെ വായിൽ നിന്ന് വീണുണ്ടെങ്കിൽ അതിന് അർത്ഥമുണ്ടാവും. അതുകൊണ്ടാണല്ലോ പല ശാപങ്ങളും ഫലിച്ചിട്ടുണ്ടായിരുന്നത് പണ്ടൊക്കെ. കാരണം അവർ അത്രയും വില കൊടുത്തിരുന്നു ആ വാക്കുകൾക്കൊക്കെ. ഇന്നത്തെ കാലത്ത് നമ്മൾ നമ്മളുടെ വായിൽ തോന്നുന്നതൊക്കെ നമ്മൾ വിളിച്ചു പറയും. ഒരു നിയന്ത്രണവും ഇല്ല നമ്മളുടെ വാക്കുകൾക്ക്. ഈ ഇതിനെക്കുറിച്ചുള്ള ഈ പുസ്തകങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. നമ്മളുടെ മനസ്സിൽ നമ്മൾ എന്ത് വിചാരിക്കുന്നോ അതിനനുസരിച്ചിരിക്കും നമ്മുടെ ജീവിതം. അപ്പോൾ പല പ്രതിസന്ധികളും വരുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് നമ്മളുടെ ഉള്ളിലുള്ള ഈ ശക്തിയിൽ വിശ്വാസം ഉണ്ടായിരിക്കണം. എന്നെക്കൊണ്ട് പറ്റും എന്നുള്ള വിശ്വാസം ഉണ്ടായിരിക്കണം. അല്ലാണ്ട് തളരാൻ പാടില്ല. തളർന്നു കഴിഞ്ഞാൽ നമ്മൾ തളർച്ചയിലോട്ട് തന്നെ പോകും. പറ്റില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും പറ്റില്ല. പറ്റും എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എന്തായാലും പറ്റും. പറഞ്ഞു കേട്ടിട്ടില്ലേ, കുന്നോളം ആഗ്രഹിച്ചാൽ കുന്നിക്കുരോളം കിട്ടുമെന്ന്? അതേപോലെ തന്നെ പറ്റുമെന്ന് വിചാരിച്ച് നമ്മൾ പ്രയത്നിച്ചുകൊണ്ടിരുന്നാൽ നമ്മളെ കൊണ്ട് പറ്റുക തന്നെ ചെയ്യും. നെഗറ്റീവ് ചിന്തകൾ നമ്മളെ മനസ്സിലോട്ട് കൊണ്ടുവരരുത്. എപ്പോഴും നമ്മളുടെ മനസ്സിൽ പോസിറ്റീവ് ചിന്തകൾ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. നെഗറ്റീവ് ചിന്തകൾ നമ്മുടെ മനസ്സിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾക്ക് ദൈവത്തിൽ വിശ്വാസമില്ല എന്നാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾക്ക് നെഗറ്റീവ് ചിന്തകൾ മനസ്സിലോട്ട് വരുന്നത്. പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾക്ക് ആ സമയത്ത് തോന്നേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ ദൈവത്തിൽ വിശ്വസിക്കുന്നു, എനിക്ക് എന്തുണ്ടാവണമെങ്കിലും അത് നല്ലതിനായിരിക്കും. ഇപ്പോൾ ഈ പ്രതിസന്ധി വന്നത് എന്നെ എന്തോ ഒരു നല്ലതിലോട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് ഞാൻ ഇവിടെ തന്നെ ഇരിക്കേണ്ട ആളല്ല. എന്തോ ഒന്ന് നല്ലത് മുന്നിലോട്ട് വരാനുണ്ട്, അങ്ങോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് ഈ പ്രതിസന്ധി ഉണ്ടായിട്ടുള്ളത് എന്നുള്ളൊരു വിശ്വാസം നമ്മളിൽ ഉണ്ടാവണം. പിന്നെ കഴിയുന്നതും നെഗറ്റീവ് പറയുന്ന ആൾക്കാരുടെ കൂടെ ഇരിക്കാണ്ടിരിക്കുക. പല ആൾക്കാരും കണ്ടിട്ടുണ്ട്, എന്തെങ്കിലും ഒരു മോശം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉപകാരത്തിന് ഈ ആൾക്കാരൊന്നും ഉണ്ടാവില്ല, പക്ഷേ ഇതേപോലെയുള്ള വാക്കുകൾ പറയാൻ ഈ ആൾക്കാരൊക്കെ ഉണ്ടാവും. എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അയ്യോ വളരെ കഷ്ടമായി പോയല്ലോ, നിനക്ക് ഇങ്ങനെ വന്നല്ലോ, നീ ഇതൊക്കെ സഹിക്കേണ്ടി വന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളുടെ മനസ്സിൽ ഇങ്ങനെ നെഗറ്റീവ് ചിന്തകൾ ഇങ്ങനെ കുത്തിവെക്കും. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടാവുന്നുണ്ടെങ്കിൽ നമ്മൾ അത് ആരായിട്ടും ഷെയർ ചെയ്യാണ്ടിരിക്കുക. ഷെയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ വക നെഗറ്റിവിറ്റി നമ്മളുടെ മനസ്സിൽ കുത്തിവെക്കും. അപ്പോൾ നമ്മൾക്ക് അത്ര പ്രിയപ്പെട്ടവരെ, നമ്മൾ അത്രയും അടുത്തുള്ളവരോട് മാത്രം നമ്മളുടെ പ്രശ്നങ്ങൾ നമ്മൾ പറയുക. നമ്മൾ കഴിയുന്നതും നമ്മളുടെ പ്രശ്നങ്ങൾ നമ്മളിൽ തന്നെ ഒതുക്കി വയ്ക്കുക. അത് നമ്മൾ ഷെയർ ചെയ്യേണ്ടത് നമ്മുടെ കണ്ണിനോട് മാത്രമായിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ ആരെയാണോ വിശ്വസിക്കുന്നത് ആ ദൈവത്തിനോട് മാത്രമായിരിക്കണം. അവിടെ നിന്ന് കിട്ടുന്ന ആ ഒരു സപ്പോർട്ട് നമ്മൾക്ക് വേറെ എവിടെ നിന്നും കിട്ടില്ല. എന്തുണ്ടെങ്കിലും നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നം ഉണ്ടാവണമെങ്കിലും കണ്ണിനോട് പറഞ്ഞോളൂ. അവിടെ നിന്ന് കിട്ടുന്ന ആ ഒരു പിൻബലം നമ്മൾക്ക് എവിടെ നിന്നും കിട്ടില്ല. കാരണം കണ്ണിനെ കൊണ്ട് പറ്റാത്തതായിട്ട് ഒന്നുമില്ല. ഏറ്റവും വലിയ മായാജാലക്കാരനാണ് കണ്ണൻ. കണ്ണിൻ്റെ ശക്തികൾക്ക് ഒരു അതിരുമില്ല. പക്ഷെ നമ്മൾ മനുഷ്യരുടെ ശക്തികൾക്ക് അതിരുണ്ട്. നമ്മളെ കൊണ്ട് പല കാര്യങ്ങളും പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് നമ്മൾ എന്തിനു വെറുതെ ബാക്കിയുള്ളവരോട് പോയി നമ്മളുടെ വിഷമങ്ങൾ പറയുന്നു? നമ്മൾ നമ്മുടെ കണ്ണിനോട് പറയുക, കണ്ണിനെ കൊണ്ട് പറ്റാത്തതായിട്ട് ഒന്നുമില്ല. അതുകൊണ്ട് എന്ത് പ്രതിസന്ധി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണമെങ്കിലും അത് എന്തോ നല്ലതിന് വേണ്ടിയിട്ടാണ് എന്നുള്ള വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോയിക്കോളൂ. കണ്ണൻ നല്ലതിലോട്ട് തന്നെ നമ്മളെ കൊണ്ടുപോകും. അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം കാണുന്നവരെ രാധേ കൃഷ്ണൻ.